സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നന്ദനെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു 4ാമൻ രംഗത്ത് വരുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, നമ്മളുടെ മീരയെ കൊന്ന ആ ഒരു കൊലപാതകി ഗിരീഷിൻ്റെ ബന്ധു അയാൾ തന്നെയാണ്. അയാൾ വന്നു കഴിയുമ്പോഴാണ് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ നന്ദന അറിയണത് തന്നെ. എന്തായാലും നമ്മളുടെ ഷാരിക കെവിനുമായി സംസാരിച്ച് കഴിയുമ്പം ഷാരികയ്ക്കും തോന്നുന്നുണ്ട് ഈ അരുന്ധതിയും കെവിനും ഇസബല്ലും ഒന്നും കൂടാതെ വേറെ ആരോ ആണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. അങ്ങനെ ആ വിവരം ഷാരികയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, ചേച്ചി നമ്മൾ സംശയിക്കുന്നവരൊന്നും അല്ല നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോയേക്കണേ, 4ാമതൊരാളാന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നീ എന്താ ഷാരി പറയണേ, അങ്ങനെ നന്ദുവിന് ശത്രുക്കൾ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പം ചേച്ചി ഒന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നന്ദേട്ടന് ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളുണ്ടോയെന്ന്. അല്ലാതെ കെവിനോ ഇസബല്ലോ ഒന്നും നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ അരുന്ധതിയുമല്ല, നമ്മളറിയാത്ത ഏതോ ഒരു ശത്രു അറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്. എന്തായാലും നന്ദുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഇപ്പോൾ കടത്തിക്കൊണ്ട് പോയേക്കണവർ നന്ദുവിനെ അപായപ്പെടുത്തുമെന്നും അറിയില്ലല്ലോ, നന്ദുവിനെ കുറിച്ച് ഒരു വിവരമില്ല. സാധാരണ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അവർ ഇതിനകം തന്നെ നമ്മൾക്ക് ഫോൺ വിളിച്ച് എന്തെങ്കിലും ആവശ്യപ്പെട്ടേനെ, പക്ഷേ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നന്ദുവിനെ അപായപ്പെടുത്താൻ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും അവർ കൊണ്ടുപോയേക്കണേന്ന് പറയുമ്പം ഷാരിക പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ സംശയമുണ്ട് ചേച്ചി, എത്രയും പെട്ടെന്ന് അന്വേഷണം ഊർജിതമാക്കണം. ഇപ്പോൾ തന്നെ DYSPയെ വിളിച്ച് SP ശാസിച്ചതുകൊണ്ട് തന്നെ DYSP പേടിച്ചിട്ട് അന്വേഷണം ഊർജിതമാക്കുമായിരിക്കും. ഇല്ലെങ്കിൽ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ എഴുതി SP കയ്യിൽ കൊടുക്കും, പിന്നീട് വേറെ ആരെങ്കിലും അന്വേഷണം ഏൽപ്പിക്കുമെന്ന് ദേവിക പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, ഈ DYSP ആ ഇസബല്ലയുടെ ആളായതുകൊണ്ടായിരിക്കും ഇത്രയും നാളും അന്വേഷണം ഉഴപ്പിയത്. ഇനിയിപ്പോൾ അന്വേഷണം ഉഴപ്പാൻ പറ്റില്ലല്ലോ, ശരിക്കും നന്ദേട്ടനെ ആരോ തട്ടിക്കൊണ്ട് പോയേക്കുമല്ലേ. ഇതിനു മുമ്പ് നമ്മൾ അയാളോട് സ്ട്രോങ് ആയിട്ട് സമ്മർദ്ദം ചെലുത്താതിരുന്നത് നന്ദേട്ടൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അത് നമുക്ക് തന്നെ വിനയായി ഷാരി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. എന്തായാലും അയാൾ അന്വേഷണം ഉഴപ്പാണെങ്കിൽ വീണ്ടും നമ്മൾ SP കണ്ട് വിവരം പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും അന്വേഷണ ചുമതല ഏൽപ്പിക്കും. ഇപ്പോൾ വീട്ടിലോട്ടാണെങ്കിൽ ചെല്ലാനേ പാടില്ല, അമ്മയാണെങ്കിൽ ഭയങ്കര പ്രശ്നം. അതുകൂടാതെ ഇവിടെ രജനി ചേച്ചി വന്നിട്ടുണ്ട്. രജനി ചേച്ചി എപ്പോഴും എന്നെ കുത്തുവാക്ക് പറഞ്ഞിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഷാരിക ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കണേ, ചേച്ചിക്ക് നല്ലത് തിരിച്ച് പറഞ്ഞൂടെ, ചേച്ചിയുടെ ഭർത്താവിനെയല്ലേ കാണാതായേക്കണേ, അല്ലാതെ രജനി ചേച്ചിയുടെ ഗിരീഷ് ഏട്ടനൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ രജനി ചേച്ചി ഇത്രമാത്രം ചേച്ചിയെ കുറ്റപ്പെടുത്തണേന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഷാരി. എന്തായാലും രജനി ചേച്ചിയുടെ അനിയനെയല്ലേ കാണാതായിരിക്കണേ, അവരുടെ കൂടപ്പുറപ്പല്ലേ, അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവൂലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ആകെ സമനില തെറ്റിയ പോലെ നിൽക്കുകയാണ്. ആർക്കൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നവരൊക്കെയും അനുകൂലമായിട്ടൊന്നും അല്ല പറയണത്, പ്രതികൂലമായി തന്നെയാണ്. അത് കേൾക്കുന്നതോടുകൂടി അരുന്ധതിക്ക് വീണ്ടും ദേഷ്യമായിട്ട് അരുന്ധതി വേഗം തന്നെ ഫോൺ എടുത്ത് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ല ഫോൺ എടുത്തതും എന്താ മേഡെന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ മകനെ കിട്ടണം, നിങ്ങളെവിടെ എൻ്റെ മകനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചേക്കണേന്ന് ചോദിക്കണം. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, ഞങ്ങളാരും ഋഷിയെ ഒളിപ്പിച്ചിട്ടില്ല, ഋഷി എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഋഷിക്കും മേഡത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല, മേഡം ഞങ്ങളെ സംശയിക്കരുതെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രോത്തുകാരല്ല ഋഷിയെ തട്ടിക്കൊണ്ട് പോയേക്കണേ, ഋഷി ഫ്ലൈറ്റിന് കയറി പോണ കാര്യം അറിയാവുന്നത് ആകെ 2 പേരാ, അത് ഇസബല്ലയും കെവിനും മാത്രമാണ്. അതുകൊണ്ട് ഋഷിയെ കാണാതായതിൽ ഞാൻ നിങ്ങളെ സംശയിക്കണേൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇസബല്ല പറയുന്നുണ്ട്, മേഡത്തിൻ്റെ സംശയമൊക്കെ ശരിയാ, ഞങ്ങളാരും അത് ചെയ്തിട്ടില്ല മേഡം, ഋഷി എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഋഷിയെ കണ്ടെത്തുമെന്ന്. എന്തായാലും ഇനിയും ഋഷിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും, ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ പോലീസിൽ പറയും, അതിനെന്ത് ശിക്ഷ കിട്ടിയാലും വേണ്ടില്ല, ഞാനും എൻ്റെ മകനും അത് ഏറ്റെടുത്തോളാം. ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ എനിക്ക് ജയിലിൽ കിടക്കേണ്ട വന്നാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മകനെ കിട്ടണം, എൻ്റെ മകൻ എൻ്റെ ജീവനാണെന്നും പറഞ്ഞ് ഈ അരുന്ധതി കരയുന്നുണ്ട്. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, മേഡത്തിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു മേഡം, പക്ഷേ ഋഷിയെക്കുറിച്ചോ നന്ദനെക്കുറിച്ചോ ഇതുവരെ ഞങ്ങൾക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. പിന്നെ പാപ്പനാണെങ്കിൽ പാപ്പൻ്റെ ആ പദവി വെച്ച് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ പാപ്പനും ഇതുവരെ ഋഷിയെക്കുറിച്ചോ നന്ദനെക്കുറിച്ചോ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന്. അത് കേട്ടതും ഈ അരുന്ധതി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടുകൂടി ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ഇസബല്ല ഫോൺ വെച്ചതും ഇനി എന്ത് ചെയ്യും, ഋഷിയെ നന്ദനെയും എവിടെ പോയി കണ്ടുപിടിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കെവിൻ വരുന്നുണ്ട്. കെവിനെ കണ്ടതും എടാ അരുന്ധതി മേഡം ഇപ്പോൾ വിളിച്ചതെന്ന് പറയുന്നു. അന്നേരം ആൻറ്റി എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് സങ്കടം പറയാനാണ് വിളിച്ചത്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ, നമ്മൾ എവിടെ പോയി ഋഷിയെ നന്ദനെ അന്വേഷിക്കും. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അന്ന് അരുന്ധതി മേഡം നിന്നോട് പറഞ്ഞതല്ലേ എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന്, അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു, ഋഷി ഇപ്പോൾ മേഡത്തിൻ്റെ കൂടെ ഉണ്ടായാൽ നന്ദനെയും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കായിരുന്നു. ഇതിപ്പോൾ
നന്ദനയും കാണുന്നില്ല, ഋഷിയെയും കാണുന്നില്ല. അന്ന് നിൻ്റെ പാപ്പൻ അന്വേഷണം ഉഴപ്പിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അന്ന് പാപ്പനെ ഉഴപ്പിയത് നന്ദനെ തട്ടിക്കൊണ്ട് വന്നത് നമ്മളാന്ന് കരുതിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പാപ്പനെ ഓർത്തില്ലല്ലോ. ഇനിയിപ്പോൾ പാപ്പൻ്റെ അവസ്ഥയും വളരെ മോശം, എപ്പോൾ വേണമെങ്കിലും സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടാമെന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ബെല്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം നന്ദൻ്റെ കേസ് അന്വേഷണം ഉഴപ്പിയെന്നും പറഞ്ഞ് SP വിളിച്ച് പാപ്പനെ ഒരുപാട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അവസാനം SP പറഞ്ഞേക്കണേ എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന. ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പല്ല, എൻ്റെ ഒരു ബലമായ സംശയം നമ്മളോ ചന്ദ്രോത്തുകാരോ അരുന്ധതിയോ കൂടാതെ വേറെ ആരോ ആണ് ഈ നന്ദനെ ഋഷിയെയും കടത്തിക്കൊണ്ട് പോയേക്കണേ. നാലാമതൊരാളുണ്ട്, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ബെല്ല എന്ന് പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, നീ എന്ത് മണ്ടത്തര കെവിനെ പറയണേ. അങ്ങനെ നന്ദന് ശത്രുക്കളുണ്ടാവാൻ നന്ദൻ ഒരു ക്രിമിനലൊന്നും അല്ലല്ലോ, നന്ദൻ ആരോടും വഴിക്കിനും പോണവനല്ല, പിന്നെ എങ്ങനെയാണ് നന്ദന് ശത്രുക്കൾ ഉണ്ടാവണേന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ നന്ദൻ്റെ ശത്രുക്കളാവണമെന്നില്ല ബെല്ല. ചിലപ്പോൾ ദേവികയോടുള്ള ശത്രുതയാവാം, ചിലപ്പോൾ സിദ്ധാർത്ഥരംഗലിനോടുള്ള ശത്രുതയാവാം. എന്തായാലും നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്ന്. ആ സമയം ഇസബെല്ലയും പറയുന്നുണ്ട്, അത് പാപ്പ നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞതാ, പന്ത് വേറെ ആരോ കോർട്ടിലാണ്, നമ്മളെ കൂടാതെ വേറെ ആരോ ആണ് ഇപ്പോൾ കളി നിയന്ത്രിച്ചുകൊണ്ടിരിക്കണേന്ന്. അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ വിചാരിച്ചത് ചന്ദ്രോത്തുകാർ തന്നെ നന്ദനെ മാറ്റി നിർത്തിയേക്കണേന്ന്. ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി, നാലാമതൊരാൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. എന്തായാലും അത് നമ്മൾ കണ്ടെത്തണം കെവിൻ, എത്രയും പെട്ടെന്ന് നന്ദനെയും ഋഷിയെയും കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യുമ്പല്ല, നമ്മൾ എവിടെ പോയി തേടും, ഇവരെവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഈ സമയത്ത് ഇസബെല്ല ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ CP നന്ദനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടു എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം CP അങ്ങനെയല്ലേ പറയണത്, എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടെന്നാണല്ലോ പറയണത്. മേഡം ദുബായിക്ക് വിളിച്ചപ്പോഴല്ലേ ഋഷി അവിടെ ചെന്നിട്ടില്ല എന്നറിഞ്ഞത്. ഇനിയിപ്പോൾ CPയുടെ ആളുകളായിരിക്കുമോ ഋഷിയെ മാറ്റിയേക്കണേന്ന് ചോദിക്കുമ്പം CP അങ്ങനെയൊന്നും ചെയ്യില്ല, മേഡത്തിൻ്റെ വിശ്വസ്തനല്ലേ എന്ന് ചോദിക്കുമ്പം എല്ലാവരും വിശ്വസ്തർ തന്നെയാണ്, നമ്മൾ നന്ദൻ്റെ വിശ്വസ്തരല്ലായിരുന്നോ, എന്നിട്ട് നമ്മൾ നന്ദനോട് ചതി ചെയ്തില്ലേ, അതുപോലെ CPക്ക് മേഡത്തിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, CP ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല, CPക്ക് അറിയാം മേഡത്തിൻ്റെ സ്വഭാവം, എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മേഡം CPയെ ജീവനോടെ വെച്ചേക്കില്ല, അതുകൊണ്ട് ആ വഴിക്കൊന്നും നീ ചിന്തിക്കണ്ടെന്ന് പറയണു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും പ്രഭാവതിനെയും സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം അന്വേഷണം നടക്കല്ലേ, ഇന്നാണെങ്കിൽ ദേവിക SP ഓഫീസിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. SP DYSPയെ വിളിച്ച് താക്കീത് കൊടുത്താൽ വിട്ടേക്കണേ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തിയില്ലെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അന്വേഷണം ഉഴപ്പുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പോൾ ഈ രജനി പറയുന്നുണ്ട്, ആ DYSP അല്ലേ നേരത്തെ ഋഷിയുടെ കേസ് അന്വേഷിച്ചിട്ടും ഉഴപ്പിയത്, പിന്നെയും ദേവിക എന്തിനാ അയാളെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഒരു റൂളല്ലേ, അത് ആ രീതിക്കല്ലേ നടത്താൻ പറ്റുള്ളൂ, അയാൾ അന്വേഷണം മോശമാണെന്ന് കണ്ടപ്പോഴല്ലേ ഇപ്പോൾ SP അടുത്ത് പരാതി കൊടുത്തത്. എന്തായാലും SP മുൻകൈ എടുത്ത് നന്ദനെ കണ്ടുപിടിക്കുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് സിദ്ധുവിൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു പ്രതീക്ഷയും തോന്നണില്ല സിദ്ധു, ഇതിനു മുമ്പ് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു നന്ദൻ എസ്തപ്പാൻ്റെ വീട്ടിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നന്ദനെ അവിടെ നിന്നും ആരോ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ അരുന്ധതി എങ്ങാനായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അരുന്ധതി ഒന്നും ആവില്ല, വേറെ ആരോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ നന്ദനെ കണ്ടെത്തും, സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. നന്ദനാണെങ്കിൽ ആകെ അവശനാണ്, പനിക്ക് മരുന്നൊന്നും കഴിക്കാതെ ആകെ ക്ഷീണിതനായിട്ടിരിക്കണം. നന്ദൻ ഇങ്ങനെ വെള്ളം ചോദിക്കുന്ന സമയത്ത് നിനക്ക് എന്തിനാണ് ഇപ്പോൾ വെള്ളം, നിനക്ക് എന്താടാ വയ്യേ, നീ ചാവോടാന്നൊക്കെ ചോദിച്ച് ഈ ഗുണ്ടകൾ നന്ദനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കണേ, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്നെ ദ്രോഹിക്കണേ, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കുമ്പം നീ തെറ്റ് ചെയ്തത് ഞങ്ങളോട് അല്ലടാ, ഞങ്ങളുടെ ബോസിനോടാ, ആ തെറ്റിന് ബോസ് നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല, ബോസ് വർഷങ്ങളായിട്ട് ആ ജയിലിൽ കിടക്കണമെന്ന്. അത് കേട്ടതും ഈ നന്ദൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബോസ് ജയിലിൽ കിടക്കണേന്ന് ചോദിക്കുമ്പം നീ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ ഒരിക്കലും നല്ലതൊന്നും ചെയ്തിട്ടില്ല, നീ ദേവികയെ വിവാഹം കഴിച്ചതാ ആദ്യത്തെ തെറ്റ്, പിന്നെ മീര നിന്നോട് പ്രണയാന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് നീ മീരയെ അംഗീകരിച്ചില്ല, അത് രണ്ടാമത്തെ തെറ്റ്, പിന്നെ മീര കൊല്ലപ്പെട്ടു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അതിന് മീരയെ കൊന്നത് ഞാനല്ല, മീരയെ കൊന്നയാളിപ്പോൾ ജയിലിലല്ലേ എന്ന് ചോദിക്കുമ്പം അത് തന്നെയാണ് നീ ചെയ്ത തെറ്റ്. എന്തായാലും ഞങ്ങളുടെ ബോസ് അധികം വൈകാതെ തന്നെ നിന്നെ കാണാനായിട്ട് വരുന്നുണ്ട്, നീ അതുവരെയും ഇവിടെ ചാവാണ്ടിരിക്കണമെന്നും പറഞ്ഞ് അവർ കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയാണ്. മുരളിയാണെങ്കിൽ ഭാർഗവിയോട് പറയുന്നുണ്ട് നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ല എന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, എൻ്റെ പ്രഭകുഞ്ഞ് ഇതെങ്ങനെ സഹിക്കും, ആ ദേവിക ഒരു MLA അല്ലേ, എന്നിട്ടും നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ല എന്ന് പറഞ്ഞാൽ അവൾ അന്വേഷണം ഉഴപ്പുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മേ, ഞാൻ നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കാമെന്ന് പറഞ്ഞതാണ്, അപ്പോൾ ദേവിക സമ്മതിച്ചില്ല. പിന്നീട് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ദേവിക SP ഓഫീസിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു.
ആ സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ പിന്നീട് കംപ്ലയിൻറ്റ് കൊടുത്തത്? രാവിലെ മുരളിയേട്ടൻ പറഞ്ഞപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ടിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല ഗൗരി. ദേവികയ്ക്ക് നന്ദനെ കാണാതായതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. പക്ഷേ ദേവിക അതിന് ഉത്സാഹിച്ചൊരു നടപടി എടുക്കണില്ല എന്ന് പറയുമ്പം ഈ ഗൗരി പറയുന്നുണ്ട്, ചിലപ്പോൾ സിദ്ധാർത്ഥനങ്ങളും ഹരിസാറും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനായിരിക്കും എന്ന് പറയുമ്പം എന്തായാലും ഇവർ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് നന്ദൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുന്നു. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, എൻ്റെ നന്ദമോൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആ ദേവികയെയും അരുന്ധതിനെയും ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ലേ, ദേഷ്യപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം? ഇതിനകത്ത് ദേവികയെ നമുക്ക് പൂർണ്ണമായും കുറ്റം പറയാനൊന്നും പറ്റില്ല. നന്ദൻ ഋഷിയെ കൊന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അന്നേരം ഈ ഭാർഗവി പറയുന്നുണ്ട്, നന്ദൻ കൊന്നത് മനഃപൂർവ്വമൊന്നുമല്ലല്ലോ, അബദ്ധത്തിൽ സംഭവിച്ചു പോയതല്ലേ എന്ന് ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട്, അബദ്ധത്തിൽ സംഭവിച്ചതായാലും മനഃപൂർവ്വം സംഭവിച്ചതായാലും കൊലപാതകം തന്നെയല്ലേ അമ്മേ, അതിന് നന്ദൻ ശിക്ഷിക്കപ്പെടൂലേ എന്ന് ചോദിക്കുമ്പം എന്തായാലും അതിൽ നിന്നൊക്കെ നന്ദനെ രക്ഷിക്കാൻ ആ ദേവികയും സിദ്ധാർത്ഥ സാറൊക്കെ കൂടി ശ്രമിക്കണം. അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നന്ദൻ എവിടെയാണെന്നും ആർക്കും അറിയില്ലല്ലോ. എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. പക്ഷേ ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് ഒരു മുഖം മൂടിയ ആൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ എവിടെയാണ്, അവൻ സുരക്ഷിതനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബോസ് അവൻ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ അവൻ്റെ ചുറ്റും കാവലിരിക്കുന്നുണ്ട്, ബോസ് വന്നിട്ടേ ഞങ്ങൾ അവനെ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് പറയുമ്പം എന്തായാലും ഇപ്പം അവനെ ഒന്നും ചെയ്യണ്ട, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എത്തുമെന്നും പറഞ്ഞ് അയാൾ ഫോൺ വെക്കുന്നുണ്ട്. പക്ഷെ അത് ആരാന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല. എന്തായാലും അയാളിങ്ങനെ ഫോണും കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ നന്ദൻ്റെ അടുത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബോസ് പുറപ്പെട്ട് കഴിഞ്ഞു, അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ ബോസ് ഇവിടെ എത്തും, ബോസ് വന്നതിന് ശേഷം തീരുമാനിക്കും നിന്നെ എന്ത് ചെയ്യണമെന്ന്, നിന്നെ കൊല്ലണോ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന് ബോസാ തീരുമാനിക്കണേ. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ, എന്നെ എൻ്റെ ദേവിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു പറയുമ്പോൾ നിന്നെ ദേവിയുടെ അടുത്തേക്കല്ലടാ ഈശ്വരൻ്റെ അടുത്തേക്കാണ് പറഞ്ഞു വിടാൻ പോണേന്നും പറഞ്ഞ് ഈ ഗുണ്ടകൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഗുണ്ടകളുടെ ബോസ് അങ്ങോട്ട് വരുന്നുണ്ട്. ബോസ് ആരാന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവണില്ല. കാരണം മുഖമൊക്കെ ഇങ്ങനെ മൂടി വെച്ചേക്കാണ്. മുഖം മൂടി വെച്ചുകൊണ്ടാണ് അയാൾ നന്ദൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ നന്ദന് അയാളെ കാണുമ്പോൾ തന്നെ ആളാരാന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, നീയാണോ എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കണേന്ന് ചോദിക്കുമ്പം അതേടാ ഞാൻ തന്നെയാണ്, എൻ്റെ ജീവിതം ജയിലിലാക്കിയാൽ നിന്നെ ഞാനിനി ജീവിക്കാൻ അനുവദിക്കൂലാന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.